ഹലോ, വെൽക്കം ടു Spicegenics. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഗ്രേപ്പ് പിക്കിൾ ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഞാനിവിടെ 2 കപ്പ് പച്ചമുന്തിരിങ്ങ ഒരു 20 മിനിറ്റ് ഉപ്പുവെള്ളത്തിലിട്ടിട്ട് അതിനുശേഷം ഒരു 5-6 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത്. ഇനി ഇത് ഞാൻ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ മുന്തിരിങ്ങയും 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചതും, കടുക് ചതച്ചതായാലും മതി കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഇനി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് അടച്ചു വയ്ക്കണം. ഒരു 4 മണിക്കൂർ നമുക്ക് ഇത് ഉപ്പും മുളകും എല്ലാം ഇതിൽ പിടിക്കാനായിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇതാ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ മുന്തിരിങ്ങയിൽ നന്നായിട്ട് ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് പിടിച്ച് അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ അച്ചാറിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. വായിൽ നിന്ന് ഇപ്പം തന്നെ നല്ല വെള്ളം വരുന്നുണ്ട്. എൻ്റെ ഈ മുന്തിരിങ്ങ കുറച്ച് പുളിയുള്ള ടൈപ്പായിരുന്നു കേട്ടോ. അങ്ങനെയുള്ളതാണെങ്കിൽ അച്ചാറിടാൻ വളരെ നല്ലതാണ്. ഇനി നമുക്കൊരു പാനിലേക്ക് 1/4 കപ്പ് എള്ളെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എള്ളെണ്ണയാണ് എപ്പോഴും അച്ചാർ ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ. ഈ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നാടൻ വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഈ ചൂടായ എണ്ണയിൽ ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആ മുന്തിരിങ്ങ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ ആ മുന്തിരിങ്ങ എല്ലാം ഒരു 4 മണിക്കൂർ ഇരുന്നപ്പോൾ തന്നെ ഒന്ന് വാടിയതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പിനകത്തിരുന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറി വന്നിട്ട്. ഇനി നമുക്ക് ആ മുന്തിരിങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ആ ചൂടായ എണ്ണയിൽ നമുക്കൊരു 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിനകത്ത് ഉപ്പും എരിവും കായവും എല്ലാം ചെക്ക് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർക്കണം. 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുകയാണ് ആദ്യം. പിന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വിനാഗിരിയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുളിയുടെ ആ ഒരു അളവിനനുസരിച്ചിട്ട്. ഇനി ഇത് ഓപ്ഷണലാണ്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഒരു 1 മിനിറ്റ് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റിൽ ഒന്നും കൂടി ആ വിനാഗിരിയുടെ അളവും ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ അച്ചാർ നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഒഴിച്ചിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഒരു 5 ദിവസം വരെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പുറത്ത് വയ്ക്കുമ്പോൾ ഈ അച്ചാറിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് എണ്ണ കാണാൻ ശ്രദ്ധിക്കണം. എണ്ണ ഇല്ലെങ്കിൽ ഇത് പൂത്ത് പോവും. ഇപ്പോൾ എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം ഈ അച്ചാറിലേക്ക് ഒഴിച്ചിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ഗ്രേപ്പ് അച്ചാർ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.